നിങ്ങളുടെ കിച്ചൺ ഒരു ഹോം ബിസിനസ് ആകുമോ? ആദ്യം അറിയേണ്ട 7 സത്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദിവസവും അടുക്കളയിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്ന ആളാണോ? രാവിലെ എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേരം സ്നാക്സ്, രാത്രി ഡിന്നർ. ഇതാണല്ലോ നമ്മുടെ മലയാളിസിന്റെ റുട്ടീൻ ദിനചര്യ. ശരിയല്ലേ? ദിവസം അങ്ങനെ അങ്ങ് കഴിയുന്നു. പക്ഷേ ഒരു ദിവസം പോലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, എന്റെ ഈ കഴിവ് എന്റെ കുടുംബത്തിന് മാത്രമല്ല, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു സേവനമായോ ചെറിയൊരു ഹോം ബിസിനസ് ആയോ മാറ്റാൻ കഴിയുമോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പറയുന്നില്ല നിങ്ങളോട്, പക്ഷേ ഒരു പുതിയ കാഴ്ചപ്പാട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കിച്ചണിനെ പഴയതുപോലെ നിങ്ങൾ ഒരിക്കലും കാണത്തില്ല. പുതിയൊരു വേർഷനിലൂടെ ആയിരിക്കും നിങ്ങളുടെ കിച്ചണെ കാണുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധാപൂർവം കേൾക്കുക. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റീമ. ഞാൻ കിച്ചൺ ടു ഇൻകം എന്ന യാത്രയിലൂടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയതാണ്. അത് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പല വീട്ടമ്മമാർക്കും കഴിവ് കുറവല്ല, ആത്മവിശ്വാസമാണ് കുറവ്, അവസരമാണ് കുറവ്, ശരിയായ മാർഗനിർദ്ദേശമാണ് കുറവ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 7 സത്യങ്ങളാണ്. ഈ 7 സത്യങ്ങൾ അല്ലെങ്കിൽ ഈ 7 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഹോം ബിസിനസ് തുടങ്ങണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങളുടെ കിച്ചൺ ഒരു ചെലവിന്റെ സ്ഥലം മാത്രമല്ല. നമ്മളിൽ പലരും കിച്ചണെ കാണുന്നത് പാചകം ചെയ്യാനുള്ള ഒരു മുറിയായി മാത്രമാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ബേക്കറിനും ഒരു റെസ്റ്റോറന്റ് ഓണറിനും ഒരു ചോക്ലേറ്റ് മേക്കറിനും തുടക്കം എവിടെയായിരുന്നു? വലിയ ഫാക്ടറിയിലായിരുന്നോ? അല്ല, ഒരിക്കലുമല്ല. അവരിൽ പലരുടെയും തുടക്കം സ്വന്തം വീട്ടിലെ കിച്ചണിലായിരുന്നു. വ്യത്യാസം ഒന്നേ ഉള്ളൂ. അവർ ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു: എന്റെ കഴിവ് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമോ? അതെങ്ങനെ ഉപകാരപ്പെടുത്തും? ആ ചോദ്യമാണ് അവരുടെ ജീവിതത്തിന്റെ തന്നെ ദിശ മാറ്റിയത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. പെർഫെക്റ്റ് ആകുന്നത് വരെ കാത്തിരുന്നാൽ ഒരിക്കലും നമുക്ക് തുടങ്ങാൻ സാധിക്കത്തില്ല. പെർഫെക്റ്റ് എന്നത് രണ്ടാമത്തെ ഘടകം മാത്രമാണ്. ഇത് ഞാൻ പല ചേച്ചിമാരിലും കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പഠിക്കട്ടെ, ഇനി നല്ല ഓവൻ വാങ്ങട്ടെ, ഇനി കിച്ചൺ കുറച്ച് നന്നാക്കട്ടെ, കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ നല്ലത് വാങ്ങിക്കട്ടെ, ഒരു നല്ല ക്യാമറ വാങ്ങിക്കട്ടെ, വീഡിയോ ക്ലാരിറ്റി വരട്ടെ. ഇനി ഒരിക്കലും അവസാനിക്കത്തില്ല. ഇനി ഞാൻ ചെയ്യാം, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടെ. പക്ഷെ ഓരോ ദിവസവും ആഗ്രഹങ്ങളും ആശയങ്ങളും കൂടി വരികയുള്ളൂ. നമ്മൾ ഓരോ വീഡിയോസും ഒക്കെ കാണുമ്പോൾ അതെനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും, അതുകൊണ്ടാണ് നന്നായത് എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെയല്ല വിജയം. നമ്മൾ തുടങ്ങുന്നവരാണ് പഠിക്കുന്നത്. തുടങ്ങി വരുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. പഠിക്കുന്നവരാണ് വളരുന്നവരാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇനി മൂന്നാമത്തെ കാര്യം: വിജയിക്കുന്നവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കഴിവുണ്ടായത് കൊണ്ടല്ല അവർ വിജയിച്ചത്. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളെ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ: ഇവർക്ക് എന്താ ഇത്ര പ്രത്യേകത? ഞാൻ ഉണ്ടാക്കുന്നതിലും നല്ലതല്ലല്ലോ, പക്ഷെ ഇവർക്ക് എത്ര ആളുകളാണ് ഫോളോവേഴ്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കാണാനിരിക്കുന്നത്, ലൈക്ക് കിട്ടുന്നത്? ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പല വീട്ടമ്മമാരും ഇതേ കാര്യം ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നവര്. പക്ഷെ ഞാൻ അവരോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാറുമുണ്ട്: നിങ്ങളെക്കാൾ നേരത്തെ തുടങ്ങിയവരാണോ അവരെല്ലാവരും? മിക്കവാറും ഉത്തരം അതെ എന്നായിരിക്കും. ഇതാണ് സത്യം. പലപ്പോഴും വിജയിക്കുന്നവർക്ക് കൂടുതൽ കഴിവുള്ളത് കൊണ്ടല്ല വിജയം കിട്ടുന്നത്, അവർ തുടങ്ങിയത് കൊണ്ടാണ്. അവർ ആദ്യ ദിവസം പെർഫെക്റ്റ് ആയിരുന്നില്ല. അവരുടെ ആദ്യ വീഡിയോ ഒക്കെ എടുത്തു നോക്കൂ, ഇത്രയും പെർഫെക്റ്റ് ആയിരുന്നോ എന്ന്. ആദ്യ കേക്ക് പെർഫെക്റ്റ് ആയിരിക്കില്ല, ആദ്യ വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കില്ല, ആദ്യ കസ്റ്റമർ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ അവർ ഒരു കാര്യം ചെയ്തു, അവർ നിർത്തിയില്ല, അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നീട് അത് ഓരോന്നും പെർഫെക്റ്റ് ആയി വന്നുകൊണ്ടേയിരുന്നു.
ഇന്ന് നിങ്ങൾ കാണുന്ന ആത്മവിശ്വാസം അതൊരു ദിവസം കൊണ്ട് വന്നതല്ല. ചെറിയ ചെറിയ ശ്രമങ്ങൾ, തെറ്റുകൾ, പഠനങ്ങൾ, അനുഭവങ്ങൾ, അങ്ങനെയാണ് ആത്മവിശ്വാസം വളർന്നത്. നിങ്ങളും ഇന്നൊരു ചെറിയ ചുവട് വെച്ചാൽ 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇന്നത്തെ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടും. അതിനാൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തൂ. ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്നൊരു ചുവട് മുന്നോട്ട് പോയോ? അതാണ് ചോദിക്കേണ്ടത്. കാരണം വിജയം ആദ്യം ലഭിക്കുന്നത് ഏറ്റവും കഴിവുള്ളവർക്കല്ല, തുടർച്ചയായി മുന്നോട്ട് പോകുന്നവർക്കാണ്. തീർച്ചയായും ഈ സത്യം നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതാണ്. പെർഫെക്റ്റ് ആകാനല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ തുടങ്ങാനാണ് ആദ്യം വെക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് നമുക്കത് വീണ്ടും വീണ്ടും അതിന് വരുന്ന പോരായ്മകൾ മാറ്റി മാറ്റി പെർഫെക്റ്റ് ആക്കി എടുക്കാൻ സാധിക്കുന്നത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇനി 4ാമത്തെ കാര്യം പറഞ്ഞാല്, ആളുകൾ വാങ്ങുന്നത് നിങ്ങളുടെ ഭക്ഷണമല്ല, അവർ വിശ്വസിക്കുന്ന ആളിൽ നിന്നാണ്. അവർ വാങ്ങുന്നത് അവർക്ക് വിശ്വാസം തോന്നുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരേ സ്ഥലത്ത് 2 പേരാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് കരുതൂ. 2 പേരുടെ കേക്കിനും ഒരേ രുചിയാണ്, ഒരേ ക്വാളിറ്റി, ഒരേ പ്രൈസ്. പക്ഷേ ഒരാൾക്ക് ദിവസവും ഓർഡറുകൾ വരുന്നു, മറ്റൊരാൾക്ക് ഒരു ഓർഡർ പോലും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പറയും എന്റെ സമയം ശരിയല്ല, അവളുടെ സമയം ശരിയാണ്, അതുകൊണ്ട് അവൾക്ക് നല്ലപോലെ ഓർഡർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കാൻ നോക്കും. ശരിയല്ലേ? പക്ഷേ കാരണം അതൊന്നുമല്ല. ആള് ആദ്യം പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, അവർ വിശ്വാസമാണ് വാങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടറെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു ടീച്ചറെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് ഇവരെ വിശ്വസിക്കാമോ, അവരുടെ ആ വർത്തമാനം അല്ലെങ്കിൽ അവർ നമ്മളുമായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെയാണ്, അത് നമ്മളുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? ഇത് തന്നെയാണ് കിച്ചൺ ബിസിനസ്സിലും. നിങ്ങളുടെ കസ്റ്റമർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ വൃത്തിയായി ചെയ്യുന്ന ആളാണോ, ഇവരുടെ വാക്ക് വിശ്വസിക്കാമോ, ഇവരിൽ നിന്ന് വാങ്ങിയാൽ എനിക്ക് നല്ല അനുഭവം കിട്ടുമോ? അതിനാലാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വിൽക്കാൻ ഓടരുത്. ആദ്യം നിങ്ങളെ ആളുകൾ അറിയണം, അവർ നിങ്ങളുടെ മുഖം കാണണം, നിങ്ങളുടെ സംസാര രീതി കേൾക്കണം, നിങ്ങളുടെ യാത്ര മനസ്സിലാക്കണം, നിങ്ങളുടെ മൂല്യങ്ങൾ അറിയണം. അതിനുശേഷമാണ് അവർ നിങ്ങളിൽ നിന്ന് വാങ്ങാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായി വീഡിയോ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഓരോ വീഡിയോയും ഒരു വിൽപ്പനയല്ല, ഓരോ വീഡിയോയും ഒരു വിശ്വാസത്തിന്റെ ഇഷ്ടികയാണ്. ഇന്നൊരു ഇഷ്ടിക, നാളെ മറ്റൊന്ന്, നാളെ കഴിഞ്ഞ് വേറൊന്ന്, അങ്ങനെ ഇഷ്ടികകൾ കൂടി ചേരുമ്പോഴാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നത്, അല്ലെ? അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ വിശ്വാസത്തിന് മുകളിൽ ഒരു ശക്തമായ ബ്രാൻഡ് ഉയർന്നു വരും. അപ്പോൾ ആളുകൾ വില ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറയും, ഇവരിൽ നിന്ന് വാങ്ങിയാൽ കുഴപ്പമില്ല. അതാണ് ഒരു ഹോം ബിസിനസിന്റെ യഥാർത്ഥ ശക്തി. അതുകൊണ്ടൊന്ന് ഓർക്കുക, പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തും, പക്ഷെ വിശ്വാസമാണ് നിങ്ങളെ വളർത്തിയെടുക്കുന്നത്. ഇനി 5ാമത്തെ കാര്യം പറഞ്ഞാല്, വലിയ തുടക്കമല്ല വേണ്ടത്, ചെറിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് ചെറിയ തുടക്കത്തിൽ നിന്നായിരിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒരു വലിയ ആൽമരം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു വലിയ വിത്തിട്ടിട്ടാണോ? അല്ല, ഒരു ചെറിയ വിത്തിട്ടിട്ടാണ്. ആലിന്റെ വിത്ത് കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ആരും അതിനെ ശ്രദ്ധിക്കില്ല. ആദ്യ ദിവസം ആരും കൈയടിക്കില്ല, ആദ്യ മാസം പോലും വലിയ മാറ്റമൊന്നും കാണില്ല. പക്ഷേ അത് എല്ലാ ദിവസവും വളരുകയാണ്. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. പല വീട്ടമ്മമാരും എന്നോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ ആളുകൾ എന്തു പറയും? അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നത് ആളുകളാണോ അതോ നിങ്ങളാണോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പേടിച്ചാണ് സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്നത്. പക്ഷേ ഓർക്കുക, ഇന്ന് നിങ്ങളെ വിമർശിക്കുന്ന പലരും നാളെ നിങ്ങളുടെ വിജയകഥ മറ്റുള്ളവരോട് പറയുന്നവരാകാം. അതിനാൽ ഒരു ചെറിയ തുടക്കത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഒരു ചെറിയ കേക്ക്, ഒരു ചെറിയ ഓർഡർ, ഒരു ചെറിയ വീഡിയോ, ഒരു ചെറിയ വാട്സപ്പ് സ്റ്റാറ്റസ്, ഇത് മതി. ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന്റെ തുടക്കം.
ഞാൻ നിങ്ങളോട് ഇന്ന് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് കണ്ടെത്താൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രം. ഇന്ന് ഒരു ചുവട് വെക്കൂ. കാരണം നാളെ നിങ്ങൾ എത്തുന്ന ഉയരം തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങൾ വെക്കുന്ന ആ ചെറിയ ചുവടാണ്. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണൂ, പക്ഷേ ചെറിയ തുടക്കങ്ങളെ സ്നേഹിക്കൂ. കാരണം ഓരോ വലിയ വിജയത്തിന്റെയും പിന്നിൽ ഒരു ദിവസം ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ തുടക്കം ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അത്? ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ലൈഫുമായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ആറാമത്തെ കാര്യത്തിലേക്ക് പോയാൽ, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, ഒരുമിച്ച് നടക്കുമ്പോൾ ദൂരം എത്തും. ഇത് പഴമക്കാര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെ? എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്കൊരു പുതിയ സ്ഥലത്തേക്ക് പോകണം. ആ വഴി നിങ്ങൾക്ക് അറിയില്ല. രണ്ടു വഴികളുണ്ട്. ഒന്ന്, ആരോടും ചോദിക്കാതെ ഒറ്റയ്ക്ക് പോകാം. രണ്ടാമത്തെ വഴി, ആ വഴി നേരത്തെ പോയ ഒരാളുടെ കൂടെ പോകാം, അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചു പറഞ്ഞു പോകാം. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? മിക്കവരും രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുക. കാരണം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ തെറ്റുകൾ കൂടുതലായിരിക്കും. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റൊരാൾക്ക് ഉത്തരമാകും. ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് വഴി കാണിക്കും. ഒരാളുടെ വിജയം മറ്റൊരാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളൊരു ബിസിനസ് മാത്രമല്ല നിർമ്മിക്കേണ്ടത്, നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും വേണം. ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. കഴിവുള്ള ആളുകൾ ധാരാളമുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. പലർക്കും പല കഴിവുകളാണ്. പക്ഷേ അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടായ്മ പലപ്പോഴും ഇല്ല എന്നതാണ് അവരുടെ പ്രശ്നം. അതിനാലാണ് ഈ കമ്മ്യൂണിറ്റി ഇവിടെ ആരെയും ജഡ്ജ് ചെയ്യില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പേടിക്കേണ്ട. കാരണം ഓരോ എക്സ്പേർട്ടും ഒരു ദിവസം ബിഗിനർ ആയിരുന്നു. ഓരോ വിജയകഥയും ഒരു ചെറിയ സംശയത്തിൽ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ പങ്കുവെക്കൂ. ഒരു ചെറിയ വിജയം ആഘോഷിക്കൂ. കാരണം ഒരുമിച്ച് വളരുന്ന യാത്രയാണ് കൂടുതൽ ശക്തമായത്. ഇതൊക്കെയാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുന്നത്. ഒരു കോഴ്സ് വാങ്ങാൻ വേണ്ടിയല്ല, ആദ്യം ഒരു യാത്ര തുടങ്ങാൻ. കാരണം ശരിയായ ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ദൂരം എത്താൻ നമുക്ക് കഴിയും. നിങ്ങൾ ശരിയായ തീരുമാനത്തിനായിട്ട് ചിന്തിക്കുക, ഉറച്ച തീരുമാനമെടുക്കുക. പലപ്പോഴും നമ്മൾ ബേണായിട്ടായി പോകുന്നത് നമ്മളൊക്കെ ഒറ്റയ്ക്കാകുമ്പോഴാണ്. ഒരു തീരുമാനത്തിൽ എത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നതും അപ്പോൾ തന്നെയാണ്. പക്ഷേ നമുക്കൊരു വിഷമം വന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആരോടെങ്കിലും അത് പങ്കുവെക്കുമ്പോൾ ആ വിഷമം പകുതിയായി കുറയും, അല്ലെ? അപ്പം നമുക്കൊരു കാര്യത്തിന് തീരുമാനം എടുക്കണമെങ്കിൽ വേറൊരാളുടെ സജഷനും കൂടി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു കൂട്ടം അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? നിങ്ങളും ചിന്തിക്കുക, തീരുമാനമെടുക്കുക. ഇനി നമുക്ക് ഏഴാമത്തെ ആ കാര്യത്തിലേക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതം മാറ്റാൻ കാത്തിരിക്കേണ്ടത് ഒരു വലിയ അവസരമല്ല, ഒരു ചെറിയ തീരുമാനമാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ദിവസമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഒരുപക്ഷെ ഇല്ലായിരിക്കാം. കാരണം നമ്മൾ പലപ്പോഴും കരുതുന്നത് ജീവിതം മാറുന്നത് ഒരു വലിയ സംഭവം കൊണ്ടാണെന്നാണ്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ജീവിതം മാറുന്നത് ഒരു ചെറിയ തീരുമാനത്തിലൂടെയാണ്. ഒരു ദിവസം ഒരാൾ തീരുമാനിക്കുന്നു, ഇനി ഞാൻ പഠിക്കും. മറ്റൊരാൾ തീരുമാനിക്കുന്നു, ഇനി ഞാൻ എൻ്റെ കഴിവ് മറച്ചു വെക്കില്ല. വേറൊരാൾ തീരുമാനിക്കുന്നു, ഞാൻ പേടിയേക്കാൾ എൻ്റെ സ്വപ്നത്തിന് പ്രാധാന്യം നൽകും. ആ ചെറിയ തീരുമാനങ്ങളാണ് പിന്നീട് വലിയ മാറ്റങ്ങളായി മാറുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ: നിങ്ങളുടെ കിച്ചൺ വെറും പാചകം ചെയ്യുന്ന സ്ഥലമായി മാത്രം തുടരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങളുടെ കഴിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു യാത്രയുടെ തുടക്കമാകണമോ? ഉത്തരം നിങ്ങൾ എന്നോട് പറയണ്ട. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളോട് തന്നെ പറയുക. ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിന് നിർബന്ധിക്കുന്നില്ല, പക്ഷെ ഒരു ക്ഷണം നൽകുകയാണ്. നിങ്ങളുടെ കഴിവിനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൗജന്യ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സൗജന്യ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ യാത്രയിൽ ഒപ്പമാകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരം, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അവിടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, പരസ്പരം പിന്തുണയ്ക്കാം. കാരണം ഒരാളുടെ വിജയം മറ്റൊരാളുടെ പ്രചോദനമാകുന്ന ഒരു യാത്രയാണ് കിച്ചൺ ടു ഇൻകം എന്ന ഈ കമ്മ്യൂണിറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതുക. ഈ യാത്രയിൽ ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വലിയൊരു അവസരമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ധാരാളം കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യൂ. കാരണം അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ നിങ്ങളാൽ ചെയ്യുന്ന ഒരു കഴിവ് അത് വളരെ നല്ലതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി. സ്നേഹത്തോടെ റീമ. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് പല വീട്ടമ്മമാർ തുടങ്ങുന്നതിന് മുമ്പേ നിർത്തുന്നത്. ആ വീഡിയോ നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി ഉത്തരങ്ങൾ ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണാം. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സൗജന്യ വാട്സപ്പ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഈ യാത്രയിൽ ഒപ്പമാകണമെന്ന് തോന്നുന്നുവെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു.